ഹായ് എവ്രിവൺ, ആപ്പിൾ ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന 9th മൊഡ്യൂളിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോസ്റ്റ് കോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് കോപ്പ് എന്നുള്ളൊരു ടോപ്പിക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 9th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കോപ്പ് എന്ന് പറയുമ്പോൾ ഓർ അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് POSD CORB. ഓക്കെ, അപ്പോൾ ഇതൊരു അബ്രിവേഷൻ ഫോം ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അത്രയും എഫക്റ്റീവ് ആവാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്ക് ആണ് പോസ്റ്റ് കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിൽ മാത്രമല്ല, അല്ലാതെയുള്ള ഒരു ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നുള്ളൊരു പേപ്പർ 2 മാനേജ്മെന്റ് എന്നുള്ളൊരു ആ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പോസ്റ്റ് കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോസ്റ്റ് കോപ്പ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. December 2022 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബേസിക് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് സജസ്റ്റഡ് ബൈ എച്ച് ഫയോൾ ഓർ ഹെൻറി ഫയോൾ ആർ നോട്ട് എ പാർട്ട് ഓഫ് പോസ്റ്റ് കോപ്പ്? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 കാര്യങ്ങൾ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് അറിയണം. ഒന്നെന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബേസിക് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് സജസ്റ്റഡ് ബൈ എച്ച് ഫയോൾ ആർ നോട്ട് എ പാർട്ട് ഓഫ് പോസ്റ്റ് കോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റ് കോപ്പിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കീ എലമെന്റ്സിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ എച്ച് ഫയോൾ അഥവാ ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലുള്ള ബേസിക് എലമെന്റ്സിനെ കുറിച്ചും നമുക്ക് ഐഡിയ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എച്ച് ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലുള്ള കീ എലമെന്റ്സ് നമുക്ക് അറിയണം, അതുപോലെ പോസ്റ്റ് കോപ്പിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കീ എലമെന്റ്സ് നമുക്ക് അറിയണം എന്നുള്ളതാണ്. അപ്പൊ ചിലരെങ്കിലും ചിലപ്പോൾ പോസ്റ്റ് കോപ്പ് കൊണ്ടുവന്നത് എച്ച് ഫയോൾ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് എച്ച് ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന്റെ കീ എലമെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പോസ്റ്റ് കോപ്പിന്റെ കീ എലമെന്റ്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, ഓപ്ഷൻ ബി കമാൻഡിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്, ഓപ്ഷൻ സി കൺട്രോളിംഗ് ആൻഡ് കമാൻഡിംഗ് ആൻഡ് ഓപ്ഷൻ ഡി കമാൻഡിംഗ് ആൻഡ് കോപ്പറേറ്റിംഗ്. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസ് കാണുന്ന സമയത്ത് അതെല്ലാം ഒരേപോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? കാരണം എന്താ, റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് എലമെന്റ്സ് ആണ്, അതായത് എച്ച് ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള കീ എലമെന്റ്സിൽ ഏത് എലമെന്റ്സ് ആണ് പോസ്റ്റ് കോപ്പിൽ വരാത്തത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റ് കോപ്പിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഏറ്റവും, അതായത് എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അഗെയിൻ ഡിസ്കസ് ചെയ്ത് അതിൽ ആൻസറിലോട്ട് വരാം. അടുത്തത് December 2020 June 2021 മെർജ്ഡ് സൈക്കിളിൽ ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൂ കോയിൻഡ് ദ ഫേമസ് അക്രോണിം പോസ്റ്റ് കോപ്പ്? ഓക്കെ, ഈ ഒരു പോസ്റ്റ് കോപ്പ് എന്നുള്ള ഈ ഒരു അബ്രിവേഷൻ ഫോം അല്ലെങ്കിൽ ഈ ഒരു അക്രോണിം കൊണ്ടുവന്നത് ആരാണെന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വി ഹാവ് ദ ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഹെൻറി ഫയോൾ, ഓപ്ഷൻ ബി മേരി പി ഫോളറ്റ്, ഓപ്ഷൻ സി ഗുളിക് ആൻഡ് ഉർവിക് ആൻഡ് ഓപ്ഷൻ ഡി ഫ്രെഡറിക് ടൈലർ. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റിനും ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് കോപ്പ് എന്താണ്, അല്ലെങ്കിൽ ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലെ കീ എലമെന്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതാണ് പോസ്റ്റ് കോപ്പ്. ഓക്കെ, ഇപ്പോൾ പോസ്റ്റ് കോപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അത്രയും എഫക്റ്റീവ് ആവാനായിട്ട് കൊണ്ടുവന്നൊരു ഫ്രെയിം വർക്ക് ആണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ഫ്രെയിം വർക്ക് ആണ് പോസ്റ്റ് കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അബ്രിവേഷൻ ഫോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഓരോ ലെറ്റേഴ്സും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് കോപ്പിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് P ആണ് അല്ലേ? ഓക്കെ, P. സോ P ഫോർ പ്ലാനിങ്, അതായത് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ്, അതായത് ഏത് രീതിയിലും ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലാണെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലൊക്കെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്ലാനിങ്. ദെൻ O സ്റ്റാൻഡ്സ് ഫോർ ഓർഗനൈസിങ് ആൻഡ് S സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാഫിംഗ്, D സ്റ്റാൻഡ്സ് ഫോർ ഡിറക്റ്റിംഗ് ആൻഡ് CO, ഓക്കെ, CO എന്നുള്ളത് ഒരുമിച്ചുള്ളതാണ്. CO സ്റ്റാൻഡ്സ് ഫോർ കോർഡിനേറ്റിംഗ്, R സ്റ്റാൻഡ്സ് ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് ഫൈനലി B സ്റ്റാൻഡ്സ് ഫോർ ബഡ്ജറ്റിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡിറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. അപ്പോൾ ഈ ഒരു ഓർഡറിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് കോപ്പ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ലെറ്റേഴ്സും എന്തിനാണ് സൂചിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട്
പറയാനായിട്ട് പറ്റും. കാരണം എന്താ, ഈ ഒരു മാനേജ്മെന്റ് അത്രയും എഫക്റ്റീവ് ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി. ആദ്യം പ്ലാനിങ് ആണ് വരിക, അതിനുശേഷം ആ പ്ലാൻ ചെയ്ത കാര്യത്തിന് ഓർഗനൈസ് ചെയ്യണം. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു ഇങ്ങനെ ഒരു അബ്രിവേഷൻ ഫോം തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആദ്യം നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു. അതിപ്പോൾ ഏതൊരു രീതിയിലും ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ടീച്ചർ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ പോകുന്ന സമയത്താണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ആദ്യം എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പ്ലാൻ ചെയ്യുന്നു, അപ്പൊ അതിനനുസരിച്ച് ആ കോണ്ടന്റിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു. അതിനനുസരിച്ച് പിന്നെ സ്റ്റാഫിംഗ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്റ്റാഫിംഗ്, ദെൻ ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഗൈഡ് ചെയ്യുന്നു, കോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും എന്താന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് തന്നെ പോസ്റ്റ് കോപ്പ് ആരെ കൊണ്ടുവന്നുള്ള കാര്യമാണ്. പോസ്റ്റ് കോപ്പ് ഈസ് ആൻ അക്രോണിം വിച്ച് മീൻസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, which was first coined in a paper on administrative management that was written for the Brownlow Committee by Luther Gulick and Lyndon Urwick. അപ്പോൾ ഈ രണ്ട് വ്യക്തികളാണ് ഈ ഒരു പോസ്റ്റ് കോപ്പ് എന്നുള്ളൊരു ഫ്രെയിം വർക്ക് തയ്യാറാക്കിയത്. ദാറ്റ് ഈസ് ലൂതർ ഗുളിക് ആൻഡ് ലിൻഡൻ ഉർവിക് എന്നുള്ളതാണ്. ഓക്കെ, ലൂതർ ഗുളിക് ആൻഡ് ലിൻഡൻ ഉർവിക്. അപ്പോൾ ഈ ഒരു രണ്ട് പേരുകളും ഓർത്ത് വെക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യനിലും ചോദിച്ചൊരു കാര്യമാണ് പോസ്റ്റ് കോപ്പ് എന്നുള്ളത് ആരാണ് മേക്ക് ചെയ്തെന്നുള്ളത്. അതിൽ ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു, ലൂതർ ഗുളിക് ആൻഡ് ലിൻഡൻ ഉർവിക് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ പേരും നമുക്ക് ഓർമ്മയുണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു പോസ്റ്റ് കോപ്പ് എന്നുള്ളൊരു കാര്യം മെയിൻ ആയിട്ട് ബ്രൗൺലോ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു റിട്ടേൺ ചെയ്തെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ബ്രൗൺലോ കമ്മിറ്റി, ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബ്രൗൺലോ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് റിട്ടേൺ ചെയ്തത് ലൂതർ ഗുളിക് ആൻഡ് ലിൻഡൻ ഉർവിക് ആണ്. അപ്പൊ ഈ രണ്ട് പേരുകളും അതുപോലെ ആ ഒരു കമ്മിറ്റിന്റെ പേരും അതുപോലെ ഈ ഒരു ഓരോ ലെറ്റേഴ്സും സ്റ്റാൻഡ്സ് ഫോർ, അതായത് ഓരോ ലെറ്റേഴ്സും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. Okay, a post com can be used as a systematic framework for efficiently executing the business processes in a company or by an individual. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കോം എന്നുള്ളത് പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് പ്രോസസ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, ഓക്കെ, ഒരു കമ്പനി ആണെങ്കിലും നല്ല രീതിയിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് കോപ്പ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Also, post cop is a series of steps for management, various steps or stages involved in a typical administrative process. അപ്പോൾ ഈ ഓരോ സ്റ്റേജസ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേജസിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ്. അപ്പോൾ ഓരോ സ്റ്റേജസിലും അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പ്ലാനിങ് ആണ്. പോസ്റ്റ് കോപ്പിലെ ഏറ്റവും ഫസ്റ്റ് ലെറ്റർ എന്താ? പി ആണ്. സോ പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഗോൾസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ബ്രോഡ് സ്കെച്ച് ഓഫ് ദ വർക്ക്. അതായത് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാനിങ് കറക്റ്റ് ആയാൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോവുള്ളൂ. അതുപോലെ ആ ഒരു ബിസിനസ് ആണെങ്കിലും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. Planning is the first and most important step in post-com as it sets the overall structure of the process with activities and timeliness എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ആ ഒരു ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യും? ആ ഒരു ഇയർ പ്ലാൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇയർ പ്ലാനിൽ തന്നെ എക്സാം എപ്പോൾ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് എപ്പോൾ ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എപ്പോൾ കൊടുക്കണം, കരിക്കുലർ ആക്ടിവിറ്റീസ് എപ്പോൾ കൊടുക്കണം എന്നുള്ള ഒരു ഓവറോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ഹെഡ് മാസ്റ്റർ ആദ്യം തന്നെ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തയ്യാറാക്കുന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു പ്ലാനിങ്ങിന് വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സ്റ്റേജ് ആണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു പ്ലാനിങ്ങിൽ തയ്യാറാക്കിയ കാര്യങ്ങൾ, പ്ലാനിങ്ങിൽ നമ്മൾ മെൻഷൻ ചെയ്ത എല്ലാ കാര്യത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓർഗനൈസിങ് ഇൻവോൾവ്സ് ഫോർമലി ക്ലാസിഫൈയിങ്, ഡിഫൈനിങ് ആൻഡ് സിൻക്രണൈസിങ് ദ വേരിയസ് സബ് പ്രോസസ് ഓർ സബ് ഡിവിഷൻസ് ഓഫ് ദ വർക്ക് ടു ബി ഡൺ. അതായത് നമുക്ക് എന്താണോ വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സീക്വൻസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവും, മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ടാവും, അതുപോലെ അങ്ങനെ ഉള്ള എല്ലാ റിസോഴ്സസിനെയും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാഫിംഗ് എന്നുള്ളതാണ്. ഇപ്പം സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് എടുക്കുന്ന സമയത്ത് ആ ബിസിനസ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യും? ഹയർ ചെയ്യും അല്ലേ? ആ ഒരു നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റാഫിനെ നമ്മൾ ഹയർ ചെയ്യുന്ന രീതിയാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹയർ ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ക്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സ്കിൽഫുൾ ആയിട്ട് ടീച്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹയർ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This involves recruiting and selecting the right candidates for the job and facilitating their orientation and training while maintaining a favorable work environment. അപ്പോൾ ആ ഒരു ഫേവറബിൾ വർക്ക് എൻവയോൺമെന്റ് ഉണ്ടാവാനായിട്ട് നല്ല വ്യക്തികളെ, നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡിറക്റ്റിംഗ് എന്നാണ്. അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്യുന്നു മീൻസ് ആ ജോബ് അത്രയും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഹയർ ചെയ്യുന്നു. അതിനുശേഷം അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്ന രീതിയാണ് ഡിറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അത്രയും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം? അവിടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടോപ്പ് ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യണം? ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഡിറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിറക്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ പോസ്റ്റ് ജോബ് സൈക്കിൾ ആസ് ഇറ്റ് മേക്സ് തിങ് ഹാപ്പൻ ബൈ ഗിവിംഗ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ടു ടീംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇപ്പം നമ്മുടെ പ്ലാൻ എന്താണോ, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ച കാര്യത്തെ എല്ലാത്തെയും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഡിറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ കോർഡിനേറ്റിംഗ് ആണ്. ഇപ്പോൾ കോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ടീം ഉണ്ട്, അതായത് നമ്മൾ നല്ല രീതിയിൽ അവരെ ഹയർ ചെയ്തു, നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ഹയർ ചെയ്തു, അതിനുശേഷം അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തു അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ആ വ്യക്തികളെ ഒരു കോർഡിനേഷനിലോട്ട് എത്തിക്കുന്ന രീതിയാണ് കോർഡിനേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ ഒരു ടീം വർക്ക് ആയിട്ട് തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയാണ് കോർഡിനേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Ensuring that different departments or groups within an organization work together harmoniously towards common objectives. ഇപ്പം നമ്മുടെ കയ്യിലൊരു കോമൺ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, അതിനുശേഷം അതിനെ ഓർഗനൈസ് ചെയ്തു, പിന്നെ എന്താ പോസ്റ്റ് കോപ്പ് എന്നാണ് അല്ലേ? അപ്പോൾ പോസ്റ്റ് കോപ്പ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വ്യക്തികളെ നമ്മൾ സ്റ്റാഫ് ചെയ്തു, മീൻസ് ഹയർ ചെയ്തു, അതിനുശേഷം അവർക്ക് വേണ്ട ട്രെയിനിങ്സ് കൊടുത്തു. അപ്പോൾ പോസ്റ്റ് എന്നായി. അടുത്തത് കോർഡിനേറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ കോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ കോമൺ ഒബ്ജക്റ്റീവ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു ടീം വർക്ക് അവിടെ വേണം എന്നുള്ള കാര്യം
പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതാണ് കോർഡിനേറ്റിംഗ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് വൺ റിപ്പോർട്ടിംഗ് ആണ്. അപ്പൊ ഈ ഒരു അത്രയും ടീം വർക്ക് ആയിട്ട് തന്നെ ഈ ഒരു കോമൺ ഒബ്ജക്റ്റീവ്സിനെ വെച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ ആ വർക്ക് ചെയ്ത കാര്യങ്ങൾ, അതായത് സ്റ്റാഫ് വർക്ക് ചെയ്ത കാര്യങ്ങൾ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്ന വ്യക്തിയിലോട്ട് എത്തിക്കുന്ന രീതിയാണ് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഒരു ടീച്ചേഴ്സ് വർക്ക് ചെയ്യണം. അപ്പൊ ആ ടീച്ചേഴ്സിന്റെ വർക്ക് എന്താന്നുള്ള കാര്യം അവിടെ ഹെഡ് മാസ്റ്റർക്ക് എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പൊ ആ ഒരു രീതിയാണ് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബിസിനസിന്റെ കേസ് എടുക്കുകയാണെങ്കിലും അവിടെ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ HR ഉണ്ടാവും. അപ്പൊ അവരിലോട്ട് ഈ സ്റ്റാഫിന്റെ വർക്കുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Reporting involves regularly updating the superior about the progress or the work related activities. The information dissemination can be through records of inspection. അപ്പോൾ ഏത് രീതിയിലും റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി ഇവിടെ വരുന്നത് എഡ്യൂക്കേഷന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചെയ്യുന്ന വർക്കുകൾ അവിടെ ഏറ്റവും ഹെഡായിട്ടുള്ള പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് റിപ്പോർട്ടിംഗ് ഉള്ളൊരു സ്റ്റേജിൽ വരുന്നത്. ലാസ്റ്റ് വൺ ബജറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ബജറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു സ്കൂളിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വേണ്ട ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് ബജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബജറ്റിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ് ആൻഡ് മാനേജിംഗ് ആൻഡ് ഓർഗനൈസേഷൻസ് financial resources. It involves estimating the income and expenses over a certain period, typically a year, and allocating the funds to different departments, projects or activities. അപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് എന്താ, നമ്മൾ സ്കൂളിൽ, ഇപ്പോൾ സ്കൂളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിലും അതിൽ വരുന്ന ഫണ്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഫണ്ട് നല്ല രീതിയിൽ എത്തിക്കാനുള്ള ആ ഒരു പ്ലാനിങ്ങിനെയാണ് ബജറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പോസ്റ്റ് കോപ്പിൽ എല്ലാ സ്റ്റേജസും പറഞ്ഞു. ഫസ്റ്റ് വൺ പ്ലാനിങ് ആണ്, ദെൻ ഓർഗനൈസിങ്, ദെൻ സ്റ്റാഫിംഗ്, ദെൻ ഡിറക്റ്റിംഗ്, ദെൻ കോർഡിനേറ്റിംഗ്, ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഫൈനൽ വൺ ഈസ് ബജറ്റിംഗ്. ഇത് പഠിക്കാനായിട്ട് ഈസിയാണ്. ആ ഒരു പോസ്റ്റ് കോപ്പ് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് ഓർമ്മ വന്നെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഓരോ ലെറ്റേഴ്സും എന്തിനാണ് സൂചിപ്പിക്കുന്നുള്ളത് കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോസ്റ്റ് കോപ്പിന്റെ കീ എലമെന്റ്സ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പോസ്റ്റ് കോപ്പിന്റെ എലമെന്റ്സിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹെൻറി ഫയോളിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലുള്ള കീ എലമെന്റ്സിനെ കുറിച്ചും ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിൽ വരുന്ന കീ എലമെന്റ്സ് എന്താണെന്നും കൂടെ നമുക്ക് അറിയണം. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഏകദേശം ഇറ്റ് ഈസ് സിമിലർ ടു പോസ്റ്റ് കോപ്പ്. പക്ഷെ എന്താ, അതിൽ എന്തൊക്കെയാണ് ടേംസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എലമെന്റ്സ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അതിൻ്റെ ഒരു അബ്രിവേഷൻ ഫോമാണ്, അതായത് ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലെ കീ എലമെന്റ്സിന്റെ അബ്രിവേഷൻ ഫോമാണ് POC. ഓക്കെ, POC ഈസിയാണ്. POCCC, POC എന്നുള്ളത്. ഈ POC എന്നുള്ളത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, ദ ബേസിക് എലമെന്റ് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ ഇൻക്ലൂഡ് P for planning, O for organizing, first C stands for commanding, then coordinating and controlling. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് POC എന്നുള്ളൊരു അബ്രിവേഷൻ ഫോമിലോട്ട് വന്നത്. അപ്പോൾ POC എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റ് കോപ്പിൽ ഇതിൽ പ്ലാനിംഗ് എന്നുള്ളത് ഓൾറെഡി പോസ്റ്റ് കോപ്പിലും ഉള്ള കാര്യമാണ്. ഓർഗനൈസിംഗ് എന്നുള്ളതും പോസ്റ്റ് കോപ്പിലുള്ള കാര്യമാണ്. കമാൻഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ, കമാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു ഡിറക്റ്റിംഗ്. ഓക്കെ, ഡിറക്റ്റിംഗ് എന്നുള്ളൊരു അതേ മീനിങ് തന്നെയാണ് കമാൻഡിംഗിലും വരുന്നത്. ഇപ്പോൾ ഡിറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കമാൻഡിംഗ് എന്താ, കമാൻഡിംഗ് എന്താ, ഡിറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് സിമിലർ ടു ഡിറക്റ്റിംഗ് ഇൻ ദ പോസ്റ്റ് കോപ്പ്. ദെൻ കോർഡിനേറ്റിംഗ് എന്നുള്ളത് പോസ്റ്റ് കോപ്പിലും ഉള്ള കാര്യമാണ്. ദെൻ കൺട്രോളിംഗ്. അപ്പോൾ കൺട്രോളിംഗ് ആണ് പോസ്റ്റ് കോപ്പിൽ വരാത്ത ഒരു കീ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോളിംഗ് എന്നുള്ളത് പോസ്റ്റ് കോപ്പിൽ വരാത്തതാണ്. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബേസിക് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ ആർ നോട്ട് എ പാർട്ട് ഓഫ് പോസ്റ്റ് കോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റ് കോപ്പിലുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ഓൾറെഡി ഹെൻറി ഫയോളിന്റെ കീ എലമെന്റ്സ് നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ അതിൽ വരാത്ത, പോസ്റ്റ് കോപ്പിൽ വരാത്തത് ഏതാണെന്ന് നമ്മൾ പഠിച്ചത് കൺട്രോളിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു കൺട്രോളിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആയിട്ട് ഇവിടെ കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്നാണ്. ഇവിടെ കൺട്രോളിംഗ് ഉണ്ട്, പക്ഷെ കോർഡിനേറ്റിംഗ് ഓൾറെഡി പോസ്റ്റ് കോപ്പിൽ ഉള്ളത് കൊണ്ട് ഓപ്ഷൻ എ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി.
ആൻഡ് ഓപ്ഷൻ ബി കമാൻഡിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ആണ്. ഈ കമാൻഡിങ് എന്നുള്ളതും കോർഡിനേറ്റിംഗ് എന്നുള്ളതും പോസ്റ്റ് കോപ്പിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതും അല്ല എന്നുള്ളത് മനസ്സിലായി. ദെൻ കൺട്രോളിങ് ആൻഡ് കമാൻഡിങ് ആൻഡ് കോപ്പറേറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോളിങ് ആൻഡ് കമാൻഡിങ് ചിലപ്പോൾ ഈ ഡിറക്റ്റിംഗ് എന്നുള്ളത് കമാൻഡിങ്ങുമായിട്ട് ബന്ധമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു സി ആണോ ഡി ആണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. കാരണം ഈ ഒരു കമാൻഡിങ് എന്നുള്ളത് പോസ്റ്റ് കോപ്പിൽ വരാത്തൊരു കാര്യമാണ് അല്ലേ, ആ ഒരു ടേം പോസ്റ്റ് കോപ്പിൽ വരാത്തതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കമാൻഡിങ് ഈസ് ഓൾസോ സിമിലർ ടു ഡിറക്റ്റിംഗ്. അപ്പോൾ ഡിറക്റ്റിൻ്റെ അതേ മീനിങ് തന്നെയാണ് കമാൻഡിങ്ങിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോളിങ് ആൻഡ് കമാൻഡിങ് എന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻ അല്ല. ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് കമാൻഡിങ് ആൻഡ് കോപ്പറേറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റിംഗ് എന്നുള്ള ഈ ഒരു എലമെന്റ് നമുക്കറിയാം, അത് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള കീ എലമെന്റ്സിൽ വരുന്ന ഒരു എലമെന്റും അല്ല. അതുപോലെ പോസ്റ്റ് കോപ്പിലും വരാത്തൊരു എലമെന്റ് ആണ് കോപ്പറേറ്റിംഗ് എന്നുള്ളത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. കാരണം കമാൻഡിംഗ് എന്നുള്ളത് നമുക്കറിയാം രണ്ടിലും വരുന്ന കാര്യമാണ്. പക്ഷെ കോപ്പറേറ്റിംഗ് എന്നുള്ള ഈ ഒരു എലമെന്റ് രണ്ടിലും വരുന്നതല്ല. ഇവിടെ ക്വസ്റ്റൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസിക് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ ആർ നോട്ട് എ പാർട്ട് ഓഫ് പോസ്റ്റ് കോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റും അല്ല, അതുപോലെ പോസ്റ്റ് കോപ്പിൽ വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് കമാൻഡിങ് ആൻഡ് കോപ്പറേറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ ഡിസംബർ 2020 ജൂൺ 2021 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൂ കോയിൻ ദ ഫേമസ് അക്രോണിം പോസ്റ്റ് കോപ്പ് എന്നുള്ളതായിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ഇവിടെ ഓപ്ഷൻ ആയിട്ട് നമ്മളെ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് ഹെൻറി ഫയോൾ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതുപോലെ ഗുലിക് ആൻഡ് ഉർവിക് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഹെൻറി ഫയോളിന്റെ വേറൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലുള്ള എലമെന്റ്സ് ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. ദാറ്റ് ഇസ് പോക്ക്. ഓക്കെ, പോക്ക് എന്നുള്ളൊരു അബ്രിവേഷൻ ഫോം ആയിരുന്നു. ഗുലിക് ആൻഡ് ഉർവിക്കിൻ്റെയാണ് പോസ്റ്റ് കോപ്പ് എന്നുള്ളൊരു അബ്രിവേഷൻ ഫോം, അതായത് ഒരു എഫക്റ്റീവ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു അബ്രിവേഷൻ ഫോം ആരുടെ ആയിരുന്നു? ഗുലിക് ആൻഡ് ഉർവിക്കിൻ്റെ ആയിരുന്നു. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഡ്യൂക്കേഷൻ അറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പോസ്റ്റ് കോപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോസ്റ്റ് കോപ്പ് എന്നുള്ളത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കണ്ടോ, ഹെൻറി ഫയോളിൻ്റെയും അതുപോലെ പോസ്റ്റ് കോപ്പിൻ്റെയും രണ്ടും കൂടെ ഇന്റർ റിലേറ്റഡ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അല്ലെങ്കിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് വീഡിയോ. താങ്ക് യു.